ഇല്ല, ഒന്നും പറയുന്നില്ല. കാരണം ഇത് വൺ ടൈം വണ്ടർ പടമാണ്. ഇതിൽ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ പറയാനുണ്ട്. പിന്നെ അത് ഡോൾബി അറ്റ്മോസിലൊക്കെ വന്നപ്പോഴേക്കും അത്രത്തോളം ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എനിവേ വേറെ ഡയറക്ടറെ ആ രീതിയിലേക്ക് ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനൊരു പടം ഇനി ഇറങ്ങില്ല. ഓൾ ടൈം വണ്ടറാണ്. എന്തിനാ പറയാം, ഐക്കോണിക് പീസിന് എന്തിനാണ് പറയേണ്ടത്? കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റിയത് ഭാഗ്യമൊന്നും പറയാനേ പറ്റുള്ളൂ. സൂപ്പർ. എന്ത് ചോദ്യമാണ് അതൊക്കെ? എങ്ങനെയുണ്ടെന്ന് നീ ചോദിക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ അടിപൊളി തന്നെയാണ്. ബ്രോ, നീ പറഞ്ഞില്ലേ ജഗദീശ്വര പടത്തിൽ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് നോക്കിയടാന്ന് അതുപോലെയായിരുന്നു. ഐ വാസ് ലിറ്ററലി ക്രൈയിങ് മറ്റേ പാട്ട് വന്നപ്പോൾ. ഭയങ്കര ഗൂസ്ബംസ് മൊമെന്റ് ആണ്. എന്താ പറയുക, വാക്കുകൾ പതറി പോവുകയാണ്. റിവ്യൂകൾ ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സംസാരിക്കാത്തത് തന്നെ. പക്ഷേ സത്യം, നമുക്ക് എന്തെങ്കിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എത്ര വർഷം കഴിഞ്ഞാൽ ആ ഫിലിമിന് കിട്ടിയിരിക്കും. അത് തന്നെയാണ് ഇന്നിവിടെ നിന്ന് കാണുന്നത്. കാരണം ഹൗസ്ഫുള്ളാണ്. നമുക്ക് കണ്ടില്ലേ, സിനിമ കഴിഞ്ഞിട്ട് പോലും നമുക്ക് അവിടെ നിന്ന് എണീറ്റ് വരാനുള്ളത് തോന്നുന്നില്ല. അത്രയ്ക്കാണ് ഓരോ ഫ്രെയിംസും ലൊക്കേഷൻസും. എന്തുകൊണ്ടാണ് വർഷങ്ങൾ മുമ്പ് ഈ സിനിമ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നത് എനിക്ക് മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അത്രയേ ഉള്ളൂ. ഈ 4K എല്ലാവരും വന്ന് കാണുക. ഹാറ്റ്സ് ഓഫ് എൻ്റയർ ടീം, അല്ലാണ്ട് ഒന്നും പറയില്ല. എടാ മോനെ, കൊള്ളാടാ, കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലേ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല, പഴയ ആ ഒരു ഫിലിം തന്നെ ഡിജിറ്റൽ കോപ്പിയാക്കി കൊണ്ടുവരുന്നതൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ അത് തന്നെ പടം കട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറിനെ ഈ പടത്തിന് അത് കാണിക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്ന ഒരു അത്യാവശ്യം പുള്ളിയെ കാണിക്കാത്ത എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിയുടെ സീനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാർ ഈ സിനിമയ്ക്കകത്ത് ഇല്ല താനും. പിന്നെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സോങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് ആണ്. പക്ഷേ ഈ പടം ഇപ്പം വീണ്ടും ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ഇനി ഒരു 2-3 പാട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണെന്ന് പറഞ്ഞു. പാട്ട് സമയത്തൊക്കെ ഭയങ്കര തിയേറ്ററിൽ നല്ല കൈയടിയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇടിലൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഞാൻ ഓൾറെഡി 2000 കണ്ടതാണ്. ഞാൻ ഇപ്പോൾ 10 പഠിക്കുകയാണ്. ട്രിവാൻഡ്രം അജന്തയിലാണ് ഈ പടം കണ്ടത്. പക്ഷേ അപ്പോഴേ പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഈ സിനിമ ബോക്സ് ഓഫീസിൽ. പക്ഷേ അതിന് ഇപ്പോഴും കിട്ടുന്ന ഒരു വലിയ റിസപ്ഷൻ ആയിരിക്കും. കാരണം ഇന്നിപ്പോൾ ഈ സിനിമ കാണാൻ ഫുൾ ഹൗസ് ആയിരുന്നു. ആൾക്കാർ ഭയങ്കര ഒരു എന്താ പറയുക, ആവേശത്തോടെ കാണുന്നുണ്ട്. എന്തൊരു മഹാനുഭാവം, പാട്ട് തന്നെ അവർ കോരിത്തെരിച്ചിരുന്ന് കാണുന്ന പോലെയാണ്. ഭയങ്കര ഫീലിംഗ്. നമുക്കറിയാലോ തിയേറ്ററിൻ്റെ ഒരു വൈബ്. അതുപോലെ ഭയങ്കര ഫീലിംഗ് ആണ് പടം. 2000 ഇറങ്ങിയതിൽ നിന്ന് മാറ്റമുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ട്രിം ചെയ്തിട്ടുണ്ട്. ജഗതിയുടെ പോർഷനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മൾ TV-യിൽ പണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുമായിരുന്നു. പറഞ്ഞാൽ ഇത് റിലീസ് ചെയ്ത സമയത്ത് നമുക്കിത് ജനിക്കാൻ പറ്റാതെ പോയാലോ, നമുക്കിത് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയാലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം പണ്ടേ ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതിൻ്റെ ഓഡിയോ ആയാലും വിഷ്വൽ ആയാലും 4K ആയാലും എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്.